ആക്രമണവും കൊലപാതകവും ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണെന്ന് കേരളത്തിൽ. അക്കൂട്ടത്തിലാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ കൂടി വരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 3-4 ദിവസങ്ങൾക്ക് മുൻപ് സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണിച്ചു തരാം, കുത്തി മലർത്തും എന്നൊക്കെ പറഞ്ഞൊരു വിദ്യാർത്ഥി ആക്രോശിച്ചത്. +1 വിദ്യാർത്ഥി മൊബൈൽ പിടിച്ചത് മൊബൈൽ കൊടുക്കാതിരുന്നതിനാണ് അവനത് ചെയ്തത്. ഇതിപ്പോൾ അടുത്തത് 2 ബസ് മേറ്റ്സ്, അതായത് സ്കൂൾ ബസ്സിലെ 2 കൂട്ടുകാരാണ് പരസ്പരം കത്തിക്കുത്തേറ്റ് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. ഇപ്പോൾ അവൻ ആ പരിക്കിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നു. അത്രയും ഗുരുതരാവസ്ഥ കടന്നെന്നൊക്കെയാണ് വാർത്തയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ, ഒരാൾ +1 വിദ്യാർത്ഥിയും ഒരാൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ക്ലാസ്സിൽ സ്കൂൾ ബസ്സിലെ സീറ്റിനെ ചൊല്ലിയായിരുന്നു തർക്കമെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു സ്കൂൾ ബസ്സിൽ സ്വാഭാവികമായിട്ടും സ്കൂൾ വിട്ട് കഴിയുമ്പോൾ വീടുകളിലേക്കാണ് പോകുന്നത്. ആ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈൻ ബസ്സിലാണെങ്കിലും അല്ലെ സ്കൂൾ ബസ്സിലാണെങ്കിലും ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ സീറ്റ് എനിക്ക് വേണോ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത്? അവരിരിക്കുന്നതിന് മുമ്പ് എങ്ങനെയും ആ സീറ്റിൽ കയറി ഇരിക്കണം, ഇതിനപ്പുറം ഇരുന്നു, ഓക്കെ ഇന്ന് പോട്ടെ, ഇനി നാളെ ആവാം എന്നുള്ളൊരു ആരോഗ്യപരമായിട്ടൊരു മത്സരമായിരുന്നു. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ റൊട്ടേഷൻ വെക്കും, ഇന്നിരുന്നു, അതുകൊണ്ട് പിണങ്ങി കഴിയുമ്പോൾ കൂട്ടുകാരൻ പറയും നാളെ നീ ഇരുന്നോടാന്ന് പറയും. അതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ കാലങ്ങളിലും എല്ലാ കുട്ടികളിലും ആ ഒരു പ്രായത്തിൽ സംഭവിക്കുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവിടെ എങ്ങനെയാണ് ഇത്ര ക്രൂര മനോഭാവം? അല്ലെങ്കിൽ സുഹൃത്തായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, +1 എന്ന് പറയുമ്പോൾ 2 വയസ്സ് കൂടുതലേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല, അവന് ഓക്കെ ഇവനെ കുത്തി മലർത്തണം അല്ലെ കുത്തി പരിക്കേൽപ്പിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നത് എവിടെ നിന്നാണ് അല്ലേ? അപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞു. ഈ സ്കൂളുകാരൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുഞ്ഞുങ്ങൾ നോർമലായിട്ടാണോ ഇത് ചെയ്യുന്നത്? ഇനി അവരറിയാതെ ഈ +1-ലായാലും 9th-ലായാലും 10th-ലായാലും ഒക്കെ MDMA പോലുള്ള സാധനങ്ങൾ കടത്തുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റിൽ വരെ വെച്ചാണ് MDMA കടത്തുന്നത്. പോലീസുകാർ, നമ്മൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പുച്ഛിച്ചോണ്ടും അല്ലെങ്കിൽ ചിരിച്ചു തള്ളിക്കൊണ്ടും പറയാം, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സ്കൂൾ നമ്മളിപ്പോൾ അത്ഭുതത്തോടെയാണ് സ്കൂൾ കുട്ടികളോ 15 വയസ്സ് പോലും ആവാത്ത കുട്ടികളോ എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളെ പുച്ഛിക്കുകയാണ്. 15 വയസ്സോ? പെൺകുട്ടികൾ പോലും 12 വയസ്സിന് ശേഷമുള്ള പെൺകുട്ടികൾക്ക് പോലും ഇപ്പോൾ സാധാരണയായി ഈ പറയുന്ന ലഹരി മരുന്നുകളും അല്ലെങ്കിൽ ഈ പറയുന്ന മാരക മയക്കുമരുന്നായ MDMA അടക്കമുള്ളത് ലഭിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. തീർച്ചയായും നമ്മൾ ഇനിയിപ്പോൾ സ്കൂളുകളിലേക്ക് കൂടുതലും പോകേണ്ടി വരുന്നത് നമ്മുടെ കുട്ടികൾ ആ ഒരു പ്രായം ആവുമ്പോഴായിരിക്കും. അതുവരെ നമുക്കൊരു ഡയറക്റ്റ് കണക്ഷൻ ഈ പുറമേ കേട്ടുള്ള അറിവല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കില്ല. ഇനി നമ്മൾ അറിയും, നമ്മുടെ കുട്ടികൾ വലുതാവുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ മാറുന്നതിനനുസരിച്ച് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ എന്താണ് നടക്കുന്നത്, പിള്ളേരോടുള്ള സമീപനം എങ്ങനെ, നമ്മൾ പഠിച്ച കാലത്ത് നിന്ന് ഇപ്പോൾ വന്നേക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് നമ്മൾ ഇനി അനുഭവിച്ചറിയണം എങ്കിൽ നമ്മുടെ കുട്ടികൾ ആ പരുവത്തിലെത്തണം. പക്ഷേ സ്റ്റിൽ അന്നൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ആരോഗ്യപരമായ മത്സരങ്ങൾ എന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് ശാരിക ഇത്തരത്തിലുള്ളൊരു മനോഭാവം കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നത്? എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോണിന്റെ അതിപ്രസരം അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ സിനിമകളായാലും OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന സീരീസുകൾ, ഇപ്പോൾ കൊറിയൻ സീരീസുകൾ ഇപ്പോൾ എല്ലാം ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നമുക്ക് ശരിയാണ്, ഇപ്പോൾ നമ്മുടെ മമ്മൂക്കാട് ദ കിങ് കണ്ടുകൊണ്ട് ആരും ഇന്നുവരെ കളക്ടറായി മാറിയിട്ടില്ല. കമ്മീഷൻ കൊണ്ട് ആരും, സുരേഷ് ഗോപിയുടെ കമ്മീഷണർ കണ്ടുകൊണ്ട് ആരും ഇന്നാരും IPS കാരനായിട്ട് അത് ഇൻസ്പയർ ചെയ്ത് ഞാൻ അത് കണ്ടിട്ടാണ് ഞാനൊരു IPS കാരനായെന്ന് പറയാനില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ക്രൂരകൃത്യങ്ങൾ കാണിക്കുമ്പോൾ അവൻ ക്രൂരനായി മാറുമെന്നല്ല പറയുന്നത്. പക്ഷേ ഓഡിയൻസിനെ നോക്കി സിനിമാക്കാർ സിനിമ എടുക്കുമ്പോൾ അത് ഓടുന്ന പടങ്ങൾ ആക്രമണത്തെ പ്രൊമോട്ട് ചെയ്യുന്ന പടങ്ങൾക്കാണ് ഇന്ന് ആരാധകർ കൂടുതൽ. അതായത് മൈൻഡ് സെറ്റ് മാറിയിരിക്കുന്നു നമ്മുടെ യുവതലമുറയുടെ. അതുകൊണ്ട് തന്നെ ഇന്ന് പാരൻസിന്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരോ അപ്പൂപ്പന്മാരോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാരൻസിന് പോലും തിയേറ്ററിൽ വന്നിരുന്ന് സിനിമ കാണാൻ ഒരു മടിയാണ്. കാരണം അവർ ആദ്യമേ ചോദിക്കുന്നത് ഇടിപ്പടമാണോടാ, നല്ല പടങ്ങളൊന്നും ഞങ്ങൾക്കുള്ള ദൃശ്യം പോലൊരു പടം ഉണ്ടോടാ കാണാൻ എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് ത്രില്ലർ മൂവീസിനോടുള്ള താല്പര്യങ്ങൾ കൂടി. ദൃശ്യത്തിൽ എന്ത് ആക്രമണമുണ്ട്? ത്രില്ലറാണത്. എന്നാൽ എല്ലാം ഉണ്ടെന്നെ, അതല്ലേ? അങ്ങനെ ഒരു പടം ഇന്ന് ഇറങ്ങുന്നില്ല. ബിക്കോസ് അത് വേണ്ട ആൾക്കാർക്ക്. പകരം ഒരു പക്ഷേ ഇനി ദൃശ്യം 3 ഇറങ്ങുകയാണെങ്കിൽ വിജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. മറിച്ച് അവർക്ക് വേണ്ടത് ഈ പറയുന്ന സിനിമകളുടെ പേര് പറയുന്നില്ല എങ്കിലും ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, ആക്രമണം നിറച്ചു കുത്തിയ സിനിമകളാണ് ഇന്ന് ആൾക്കാർക്ക് ആവശ്യം. അല്ലെങ്കിൽ തന്നെ ഒരു വിദ്യാർത്ഥിനിയുടെ പിൻകഴുത്തിൽ ബയോളജിക്കൽ ലാബിൽ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് 3 വട്ടം കുത്താനുള്ളൊരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് അവനുണ്ടായത്? പറയുമ്പോൾ +1 നിസ്സാര ഒരു കാര്യത്തിന്, അതായത് വേണമെങ്കിൽ അവന് ഈ പറയുന്ന പോലെ പിടിച്ചൊന്ന്
വലിച്ച്, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ വീട്ടില്. എന്റെ ബ്രദറൊക്കെ സമയം അതാ സ്കൂളിൽ ആലപ്പുഴയിലെ പ്രശസ്തമായ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദേഹത്തൊക്കെ പാടൊക്കെ ആയിട്ട് അവന്റെ വീട്ടിൽ ഇവന്റെ കൂട്ടുകാരനെ അവനടിക്കുന്നു, അവന്റെ കൂട്ടുകാരനെ ഇവനടിക്കുന്നു. അതൊക്കെ പരസ്പരം വിളിപ്പിക്കുന്നു, രണ്ടിനെയും പിടിച്ച് ഒരുപോലെ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപോലെ ക്ലാസ്സിന് പുറത്തെടുത്താൽ മേലെ ചെയ്യരുത് എന്ന രീതിയിലുള്ള വാണിംഗ് കൊടുക്കുക. ഇതൊക്കെ പിന്നീട് അവർ കെട്ടിപ്പിടിച്ച് കൂട്ടുകാരായി ഒരേ സീറ്റിൽ നിന്ന് പോകുന്ന കാഴ്ചകൾ, അതൊക്കെ ഒരു സൗന്ദര്യ പണക്കങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു സിമ്പിൾ ആയിരുന്നു. പരസ്പരം വഴക്കും പിണക്കവും പരിഭവങ്ങളും. അത് ആണെന്നോ പെണ്ണെന്നോ ഇല്ല. പക്ഷെ സ്കൂൾ ബസ്സിൽ എന്തോരം ഇടി നടന്നിട്ടുണ്ട് പൗർണമി, ഇടിച്ചും ചവിട്ടും കുത്തിയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഇപ്പൊ ഒരുപാട് അപകടങ്ങൾ കൂടിയതിനു ശേഷമാണ് ഈ ലിമിറ്റേഷൻസ് വന്നത്. ഈ സീറ്റ് ഇത്ര സീറ്റ് പരിധി, ഇത്ര കുട്ടികളെ കയറാൻ പറ്റുള്ളൂ, ഇത്ര പേർക്കുള്ള കപ്പാസിറ്റി ഉള്ളൂ, ഇന്ന പോലെ അഡീഷണൽ ഡ്രൈവർ വേണം, അല്ലെങ്കിൽ കൂടെ നോക്കാൻ ഒരു ആയ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ട് സമീപകാലങ്ങളിലാണ്. അതിന് മുൻപ് കുത്തി നിറച്ച് കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട്. ലൈൻ ബസ്സുകളൊക്കെ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ഇപ്പോഴും. അതെ പൗർണമി. ഇപ്പൊ തന്നെ ഞാനൊന്ന് പറയട്ടെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു +1 വിദ്യാർത്ഥിയാണ് അധ്യാപകൻ മൊബൈൽ കൊടുത്തില്ല എന്ന പേരും പറഞ്ഞ് ആക്രോശിച്ച. അന്ന് അലൗഡ് അല്ല എന്നിട്ട് പോലും. പക്ഷേ അവൻ അങ്ങനെ പറഞ്ഞത് ആരോ വ്യാപകമായി പ്രചരിപ്പിച്ചു എന്ന പേരിൽ എത്ര മഹാന്മാരാണ് വന്ന് പ്രസംഗിച്ചത്. ഇപ്പോ അവര് ചിന്തിക്കുന്നില്ലേ, ഒരു പക്ഷേ ഒരു പരിധി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന +1 വിദ്യാർത്ഥി അധ്യാപനെ കുത്തിൽ നിന്നാണ് ഉറപ്പ്. ശരിയാ, ബയോളജിക്കൽ ലാബിൽ നിന്ന് കത്തിയെടുത്ത് അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു പൗർണമി. കാരണം ഇപ്പോഴത്തെ ആ ഒരു സമൂഹത്തിന്റെ സ്വന്തം സഹപാഠിയോട് അത് അവനത് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനോട്, ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥി അനിയനെ പോലെ കണ്ടില്ലെങ്കിലും ഒരേ ഒരേ കോളേജ് സ്കൂൾമേറ്റ് ആണ്, ആ സ്കൂൾമേറ്റിനോട് അവൻ, അല്ലെങ്കിൽ ബസ് മേറ്റും കൂടെയാണ്, ദിവസവും കാണുന്നവരാണ്, ദിവസവും സഞ്ചരിക്കുന്നവർ, ഒരേ സ്കൂളിൽ പോകുന്നവർ, അവനോട് അത് ഒരു നിമിഷാർത്ഥത്തിൽ അവൻ ചെയ്തതായിരിക്കില്ല. ഒരു പക്ഷേ കണക്കൂട്ടി, അല്ലെങ്കിൽ എന്തിനാണ് അവൻ ആയുധം കയ്യിൽ കൊണ്ടു നടന്നത്. അപ്പൊ അവൻ പലവട്ടം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. മറ്റത് ഇളയ കുട്ടിയല്ലേ, അവൻ ചിലപ്പോൾ അനുസരിച്ചിട്ടുണ്ടാവില്ല. അത് ക്ഷമിക്കാനൊരു മനസ്സ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കില്ല. അത് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഫ്രീഡം അങ്ങ് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുഞ്ഞുങ്ങളുടെ ബാഗ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവരെ അടിക്കാൻ പറ്റില്ല, വഴക്ക് പറയാൻ പറ്റില്ല, പാരന്റ്സും അതിന് കൂട്ടെന്നുള്ളതാണ്. ഈ പറയുന്ന ഘോരഘോരം പ്രസംഗിക്കുന്ന പല പാരന്റ്സിനും കുഞ്ഞുങ്ങളോടൊപ്പം 1 മിനിറ്റ് പോട്ടെ, ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇല്ല എന്നുള്ളതാണ്. സമയം ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടാക്കാറില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ മൊബൈൽ ഫോണിലേക്ക് ഊളയിട്ട് പോകും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാനും താനും ഒക്കെ അങ്ങനെയാണ്, കുറച്ചധികം നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് മൊബൈൽ ഫോണിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. എങ്കിലും എൻ്റെ മോൾ എന്നോട് പറയാറുണ്ട്, അമ്മ എന്നോട് 1 മണിക്കൂർ സംസാരിക്കണം കേട്ടോ. പക്ഷേ അവർ സ്കൂളിൽ, എൻ്റെ മോൾ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലാണ്, എന്നാലും അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാവാം അവൾ എന്നോടത് വന്ന് പറയുന്നത്, 1 മണിക്കൂർ അമ്മേനോടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഞാനിപ്പോൾ അവളോട് ഇടയ്ക്ക് ചോദിക്കും, നിനക്ക് എന്നോടൊന്ന് സംസാരിക്കാനില്ല എന്ന് ഇടയ്ക്ക് ചോദിക്കും. അതുപോലെ എല്ലാ പേരൻസും കുഞ്ഞുങ്ങളോട് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു അരമണിക്കൂർ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും, അമ്മ എനിക്കിങ്ങനെ വിഷമമുണ്ട്, ഇങ്ങനെ ഫ്രസ്ട്രേറ്റ്. അപ്പം പണ്ടൊക്കെ എൻ്റെ ബ്രദർ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ അവൻ എന്നെ ഇരുത്തിയില്ല അമ്മ, അവൻ എന്നെ ഇരുത്തുന്നില്ല അമ്മ എന്നൊക്കെ പറയുമ്പോൾ വഴക്ക് പിടിച്ചമ്മ, അവൻ എന്നോട് പിണങ്ങി അമ്മ, അവൻ എനിക്കിന്ന് മീൻകറി തന്നില്ല അമ്മ, അല്ലെങ്കിൽ എന്നെ ഇന്ന് സൈഡ് സീറ്റിൽ ഇരുത്തില്ലമ്മ. അപ്പം അമ്മ ഉടനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, മോനെ നിന്നെക്കാളും ഇളയതല്ലേ, നീ അത് പോട്ടെ വെക്കുക, കുഴപ്പമില്ല, നിന്റെ സ്കൂളിൽ അവൻ കുഞ്ഞല്ലേടാ, നീ ഒന്ന് ക്ഷമിക്കുക. എന്നിട്ട് അമ്മ തന്നെ ബസ്സിൽ ആയോടോ കണ്ടക്ടറോടോ ഡ്രൈവറങ്ങളെ അവനെ ഒന്നിരുത്തണേ, കുറച്ച് നേരത്തേക്ക് ഒന്നിരുത്തണേ. അപ്പം ഡ്രൈവറങ്ങൾ പറയടാ ഒന്ന് മാറി കുറച്ച് നേരം ഇരിക്കട്ടെ. അങ്ങനെ ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലും സ്നേഹത്തിലുമാണ് അന്നൊക്കെ സ്കൂൾ ബസ്സിലെ യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നത്. ശരിക്കും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അതായത് വേറൊന്നുമല്ല, ഇപ്പൊ പറഞ്ഞല്ലോ പേരൻസിന് സമയമില്ല എന്നൊരു കാര്യം. അപ്പൊ മുൻപ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്നൊക്കെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളുണ്ടായിരുന്നു, മൊബൈൽ ഫോണിൽ ഇത്ര അതിപ്രസരമില്ലായിരുന്നു, അന്നൊക്കെ പുറത്തിറങ്ങി കളിക്കായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കമ്പനി ഇല്ലാത്തത് കൊണ്ട് തന്നെയും പേരൻസിന് വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് മൊബൈൽ കൊടുത്ത് കാർട്ടൂൺ കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരും ചിന്തിക്കും, ഓക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ പിന്നീട് ഇത് അവർക്ക് കിട്ടാതെ വരുമ്പോഴോ, അല്ലെങ്കിൽ ഈവൻ ഭക്ഷണം പോലും കഴിക്കാൻ മൊബൈൽ ഫോൺ വേണോ ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അപ്പൊ അതൊന്നും സാധിക്കില്ല എന്ന് കാണുമ്പോൾ ഇവരുടെ ദേഷ്യവും വാശിയും ഒന്നും നമ്മൾ കാണാനുള്ളത് തന്നെയാണ്. ഒരുപാട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. ഡി അഡിക്ഷൻ സെന്ററുകൾ ഒരുപാട് പൊങ്ങി വരുന്നു. അത് കുട്ടികളിൽ നിന്ന് ഈ ഒരു സ്വഭാവം പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, ഒരുപാട് ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ മൊബൈൽ ഫോണിന്റെ ഒരു കടന്നുവരവ് ഉണ്ട്. കാരണം പിള്ളേർ കാണാൻ നമ്മൾ വിചാരിക്കുന്ന അവർ കാർട്ടൂൺ കാണുവാണെന്നോ ഗെയിം കളിക്കുകയാണെന്നോ ആയിരിക്കും. പക്ഷെ ഇവരെന്തൊക്കെയാണ് കാണുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ധാരണ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അവർ യൂട്യൂബിലായിരിക്കും, റീൽസ് ആയിരിക്കും, എല്ലാ യൂട്യൂബേഴ്സിനെയും കുട്ടികൾക്ക് കാണാപ്പാടോ. ഈവൻ നമ്മൾ പോലും അറിയാത്ത ആൾക്കാരുടെ റീൽസുകൾ, തമാശകള്, ഈവൻ റീലിൽ വരുന്ന പാട്ടുകൾ, ഇതെല്ലാം കുട്ടികൾക്ക് അറിയാം. എന്നാൽ അവർ പഠിക്കുന്നുമുണ്ട്. അതുകൊണ്ട് എന്താണ് അവരോട് പറയേണ്ടത് മാതാപിതാക്കൾ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ നല്ലതിനായിരിക്കണം. എല്ലായ്പ്പോഴും നിങ്ങളുടെ ഒരു ശ്രദ്ധ
കുട്ടികളിൽ ഉണ്ടാവണം. കാരണം അവർ ഏത് തരത്തിലുള്ള പടങ്ങൾ, പലതരം സീരീസുകളൊക്കെ ഇന്ന് വല്ലാതെ കുട്ടികളെ ഹാങ് ഓവർ ചെയ്യിക്കുന്ന സീരീസുകൾ ഇന്ന് ഇറങ്ങുന്നുണ്ട് OTT പ്ലാറ്റ്ഫോമിലുകൾ. OTT പ്ലാറ്റ്ഫോമിലൊന്നും ഒരു നിയന്ത്രണവും ഇല്ല. കാരണം തിയേറ്ററുകളിൽ പിന്നെയും നമ്മുടെ കട്ടും അതും എല്ലാം ഉണ്ട്. കുറേ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം അവർ സെൻസർ ചെയ്തിട്ടാണ്. സെൻസർ ബോർഡ് ഉണ്ട്, പക്ഷേ OTTയിൽ സെൻസർ ബോർഡ് ഇല്ല. കാണാൻ പറ്റാത്ത പല സാധനങ്ങളും അവരതിനകത്ത് ഇറക്കും. ഇവൻ അതിക്രൂരമായ അക്രമ രംഗങ്ങൾ, റേപ്പ് സീനുകൾ എല്ലാം അവരതിനകത്ത് കാണിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കാണുകയും ചെയ്യാൻ പണ്ട് 18+ ഒക്കെ നമുക്ക് തിയേറ്ററിൽ എഴുതി വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ OTTയിൽ അങ്ങനെ 18+ ഇല്ല. കാരണം മിക്കവർക്കും ഏതെങ്കിലും ഒരു OTT അതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ അക്രമവാസന കൂടുന്നതിൽ പേരൻസിനും ഒരു പങ്കുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതർ, അധ്യാപകർ ഇതുപോലെ മയക്കുമരുന്ന്, MDMA ഉള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അവരുടെ ബാഗ് പരിശോധന എന്നുള്ളത് കൃത്യമായി ചെയ്യുക. അതുപോലെ ഇച്ചിരി വഴക്കും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ആവശ്യത്തിനാവാം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഈ ഒരു സ്വഭാവ ദൂഷീകരണത്തിന് ആര് ഉത്തരവാദിത്വം, ആരെങ്കിലും ഉണ്ടോ? നഷ്ടപ്പെടുന്ന പാരന്റ്സിന് മാത്രമാണ്. പിന്നെ വിഷമിച്ചിട്ട് ജയിലിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്കും ഹാനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ മകൻ ഓക്കെ ചീത്തയാണ്, അല്ലെങ്കിൽ അവനിങ്ങനെ കുറെ കള്ളത്തരങ്ങൾ ചെയ്യുന്നത് നമ്മളെ മാത്രമേ ബാധിക്കുന്നുള്ളൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് സമൂഹത്തെയാണ് ബാധിക്കുന്നത്. മറ്റ് പുന്നാരയായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന വേറെ ഏതോ ഒരു മാതാപിതാവിൻ്റെ മകനെയോ മകളെയാണോ ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവണതകൾ അവസാനിക്കണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ, അത് സ്കൂൾ അധികൃതരായാലും അധ്യാപകരായാലും ഈ പറയുന്ന വീട്ടുകാരായാലും കുഞ്ഞുങ്ങളുടെ ഒരു മാനസിക ആരോഗ്യം വളർത്തിയെടുക്കാനുള്ള എല്ലാ യജ്ഞ പരിപാടികളും ആരംഭിക്കേണ്ടതാണെന്ന് തോന്നുന്നു.